ഹലോ ഫ്രണ്ട്സ്, വിവേകാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ പേസ്റ്റൽ സ്റ്റൈൽ സ്റ്റുഡിയോ തിരുവല്ലയിലാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇനോഗ്രേഷനാണ്. ഇനോഗ്രേഷന് വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അന്ന രാജനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. ആഗ്രഹിച്ചിട്ടുള്ള വെരി സ്പെഷ്യൽ പേഴ്സണാലിറ്റിയാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലിച്ചി എന്നുള്ളൊരു കഥാപാത്രത്തിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ദ ഗോർജിയസ് ലേഡി. സ്റ്റുഡിയോയുടെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ സെറിമണീസിന്റെ ഭാഗമായി അന്ന രാജൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് തിരക്കിടയിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ഏറെ ആദരപൂർവ്വം ഈ ഒരു ഒഫീഷ്യലിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. തിരുവല്ലയിൽ നമ്മള് കുറെ ഷോപ്പുകൾ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം നല്ല രീതിയിൽ പോകുന്നത് കാണുന്ന സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ തിരുവല്ലക്കാർക്ക് നല്ലോണം ഒരുങ്ങാനും സ്റ്റൈലായിട്ട് റെഡി ആവുന്നത് നമ്മുടെ പേസ്റ്റൽ സ്റ്റുഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും പുതിയ മുഖങ്ങളും പുതിയ രൂപങ്ങളായിട്ട് മാറട്ടെ. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശീർവാദവും സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പേസ്റ്റൽ സ്റ്റുഡിയോസിന്റെ ഈ ബ്രാഞ്ചുകൾ കേരളം ഒട്ടാകെ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു. Beautiful words. Thank you so much. അങ്ങനെ സ്റ്റേജിൽ വെച്ച് തന്നെ ഈ ഒരു ഫംഗ്ഷൻ, ഇനോഗ്രേഷൻ ഫംഗ്ഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഗസ്റ്റുകളെയും ഈ ഒരു ഫംഗ്ഷനിലേക്ക് വെൽക്കം ചെയ്തു. അതിനുശേഷം അന്നരാജൻ്റെ ചെറിയൊരു സ്പീച്ചും ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടി ഒരു ട്രാക്ക് പ്ലേ ചെയ്തു. അവർ ചെറുതായിട്ടൊരു ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് പതുക്കെ താഴോട്ട് ഇറങ്ങി തുടങ്ങി. അങ്ങനെ അവസാനം അന്നരാജൻ മാത്രമായി. അപ്പം കാര്യം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അന്നരാജൻ ഡാൻസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം താഴെ നിന്ന് കാണാമെന്ന് വെച്ച് ആൾക്കാരെല്ലാം താഴോട്ട് ഇറങ്ങി. ഞാനും അതിൽ വെയിറ്റിംഗ് ആയിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഇവർക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ലിച്ചിയുടെ ഡാൻസ് കാണാനാണ്. സോ അതുകൊണ്ടാണ് താഴെ വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ചെറിയ സോങ് ഇടുക പ്ലീസ്. ഓക്കെ, നല്ലൊരു സോങ് ഇടുക, നല്ലൊരു ബ്യൂട്ടിഫുൾ. അങ്ങനെ താഴത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനായ ഇനോഗ്രേഷൻ സെറിമണി, അതായത് വെച്ചാൽ റിബൺ കട്ട് ചെയ്ത് ഈ ഒരു പേസ്റ്റൽ സ്റ്റൈൽ സ്റ്റുഡിയോയുടെ ഇനോഗ്രേഷന് വേണ്ടി നമ്മുടെ അന്ന രാജനും നമ്മുടെ പോലീസ് അവരെല്ലാവരും എത്തിയിരിക്കുവാണ്. അപ്പോൾ ഇനിയും ഇനോഗ്രേഷനാണ് അടുത്ത മെയിൻ ഫംഗ്ഷൻ. അതിനുശേഷം വിളക്ക് തെളിയിച്ച ഇതിലോട്ട് ഒരു പുതിയ തുടക്കം കുറിച്ചു. പിന്നെ അതിന് ശേഷമായിട്ടാണ് ചെറിയൊരു കേക്ക് കട്ടിങ് സെറമണി പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കും കട്ട് ചെയ്തു. ആ കുട്ടിക്കും കൊച്ചു പിള്ളേർക്കൊക്കെ കേക്ക് കൊടുത്തു. അതിനുശേഷം ചെറിയൊരു ഫോട്ടോ സെഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചേർന്ന് സെൽഫി എടുക്കേണ്ടവർക്ക് സെൽഫി എടുക്കാം. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അതിനുശേഷം അകത്ത് കുറച്ച് ഇൻട്രാക്ഷൻ സെക്ഷൻ, അതുപോലെ തന്നെ ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ അന്നരാജനെ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് അങ്ങനെ എനിക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞ്